100 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇന്ത്യൻ എക്കോണമി എന്ന് പറഞ്ഞ ചാപ്റ്ററിലത്തെ. അപ്പം നമുക്ക് നോക്കാം. അപ്പം ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് 17th century AD, India was prosperous and self-reliant and is believed to have controlled a dash of the world's wealth between 1/3 and 1/4. Okay. During the time of Emperor Chandragupta Maurya, the great intellectual guru of the emperor outlined the public policy of the state. അപ്പം ഏത് ഗുരു ആയിരുന്നു അത്? ചാണക്യ അല്ലേ? അദ്ദേഹത്തിൻ്റെ മറ്റൊരു നെയിമാണ് കൗതില്യ. Who has authored the book Arthashastra, a conceptual framework of the statecraft, രാജ്യതന്ത്ര and the public policy, പൊതുനയങ്ങളും. സോ ഇറ്റ് ഈസ് ചാണക്യ അല്ലെങ്കിൽ കൗതില്യ. The advent of the Europeans and the rule of British from dash brought about a marked shift in the economic history of India. 1757 to 1947. ഞാൻ അന്ന് പറഞ്ഞ പോലെ 1757 2 വട്ടം 7 വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് 2 രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഈസ്റ്റ് ഇന്ത്യൻ കമ്പനീൻ്റെ റൂള് 1757 തൊട്ടിട്ട് 1858 വരെ ആയിരുന്നു. അപ്പോൾ 2 8 ഉണ്ട്. ഓക്കെ. അപ്പം അതുപോലെ ഇവിടെ 2 7 ഉണ്ട്. പിന്നെ അവിടെ തൊട്ട് 1858 to 1947 ബ്രിട്ടീഷ് ആയിരുന്നു. അപ്പോൾ അഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻസ് ആൻഡ് ദ റൂൾ ഓഫ് ബ്രിട്ടീഷ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ ഒരു ഡേറ്റ് ആണ് 1757 to 1947. Indian industry stagnated under the colonial rule because the Indian manufacturers could not compete with the imports of cheap machine-made goods. ഇത് മെറ്റീരിയൽ ഉണ്ടല്ലേ ടെക്സ്റ്റൈലത്തെ. ഇനി in British era, what was the reason of the virtual collapse of Indian agriculture? അപ്പോൾ ആബ്സെൻറ്റി ലാൻഡ് ലോഡിസം അല്ലേ. ഇന്ത്യൻ അഗ്രികൾച്ചർ കൊളാപ്സ് ചെയ്യാൻ കാരണം ലാൻഡ് ലോഡിസം ഉണ്ടായിരുന്നില്ല. പിന്നെ ഹൈ ഇൻഡപ്റ്റഡ്നെസ് ഓഫ് ലാൻഡ് ലോഡിസം എന്താണ്? ലാൻഡ് ടു ദ ടില്ലേഴ്സ് എന്നുള്ള രീതിയിലുള്ള സിസ്റ്റം അതില്ലാത്തതുകൊണ്ടാണ് ആബ്സെൻറ്റി ലാൻഡ് ലോഡിസം എന്ന് പറയുന്നത്. ഉണ്ടായിരുന്നില്ല. ടില്ലേഴ്സിനെ വെറും ടില്ലേഴ്സ് മാത്രമാക്കിയിട്ട് പൊസഷനുള്ള ആളായിട്ട് അല്ലാതെ ലാൻഡിൻ്റെ ഓണറല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓണർ ഹൈ റെൻ്റ് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ പിന്നെ ഹൈ ഇൻഡപ്റ്റഡ്നെസ് ഓഫ് അഗ്രികൾച്ചറിസ്റ്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് എ ക്ലാസ് ഓഫ് എക്സ്പ്ലോറ്റേറ്റീവ് മണി ലെൻഡേഴ്സ്, ലോ അറ്റൻഷൻ ടു പ്രൊഡക്ടിവിറ്റി എൻഹാൻസിങ് മെഷേഴ്സ്. കാരണം അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രൊഡക്റ്റ് എൻഹാൻസിങ്ങിനൊന്നും അവർ ഉപയോഗിച്ചിരുന്നില്ല. കുറച്ച് പൈസയൊക്കെ മണി ലെൻഡേഴ്സിന് കൊടുക്കും, ബാക്കിയൊക്കെ ജമീന്ദാസിന് കൊടുക്കും. പിന്നെ അവരുടെ കയ്യിൽ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനുള്ള മാനുവറോ ഫെർട്ടിലൈസർ ഒന്നും വാങ്ങാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ. ഇനി ഇൻ ബ്രിട്ടീഷ് എറ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഫോഴ്സ്ഡ് മെനി ടു ഡിപ്പെൻഡ് ഓൺ അഗ്രികൾച്ചർ ഫോർ ലവ്ലിഹുഡ്? സോ എന്തുകൊണ്ടാണ് അഗ്രികൾച്ചറുമ്പോൾ തന്നെ ഡിപ്പെൻഡ് ചെയ്തത്? ലാർജ് സ്കെയിൽ അൺഎംപ്ലോയ്മെൻറ്റും ആബ്സെൻസ് ഓഫ് ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. വേറൊരു സോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇല്ല. ആകെ 2 സെക്ടർ ഉണ്ടായിരുന്നുള്ളൂ, മാനുഫാക്ചറിങ് അഗ്രികൾച്ചറും. അപ്പം മാനുഫാക്ചറിങ് പോയപ്പോൾ പിന്നെ എല്ലാവരും അഗ്രികൾച്ചറുമൊക്കെയായി. ഇൻ ബ്രിട്ടീഷ് എറ ദ ഇൻക്രീസ്ഡ് പ്രഷർ ഓൺ ലാൻഡ് ലെഡ് ടു പ്രഷർ ലാൻഡുമ്മൽ എല്ലാവരും വന്നുല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സെക്ടർ പോയപ്പോൾ ആകെയുള്ള സെക്ടർ പിന്നെ അഗ്രികൾച്ചറാണ്. സോ ദ ഇൻക്രീസ്ഡ് പ്രഷർ ഓൺ ലാൻഡ് ലെഡ് ടു സബ് ഡിവിഷൻ ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ലാൻഡ് ഹോൾഡിങ്സ്, സബ്സിസ്റ്റൻസ് ഫാമിംഗ്, റെഡ്യൂസ്ഡ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ആൻഡ് പോവേർട്ടി. അപ്പം ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ. പിന്നെ ബിഫോർ 1950 ദ ഫാക്ടറി ബേസ്ഡ് പ്രൊഡക്ഷൻ ഡാഷ് ഇൻ ഇന്ത്യ ഡിഡ് നോട്ട് എക്സിസ്റ്റ് അല്ലേ. ഞാൻ അന്ന് പറഞ്ഞില്ല ഫാക്ടറി ബേസ്ഡ് പ്രൊഡക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല 1950 മുമ്പ്. ദ മോഡേൺ ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ഇൻ കൊളോണിയൽ ഇന്ത്യ സ്റ്റാർട്ടഡ് ടു ഗ്രോ ഇൻ ദ മിഡ് 19th centuryയിലായിരുന്നു കേട്ടോ മോഡേൺ ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ഒക്കെ വന്നത്. പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദ 19th century ദ ഇന്ത്യൻ ജൂട്ട് മിൽ ഇൻഡസ്ട്രി വാസ് ദ ഡാഷ് ഇൻ ദ വേൾഡ്. ലാർജസ്റ്റ് ആയിരുന്നു അല്ലേ. സെക്കൻഡ് ലാർജസ്റ്റ് ഒന്നല്ല, ലാർജസ്റ്റ് ആയിരുന്നു at the end of the 19th century Indian jute. പിന്നെ heavy industries such as iron industry were established as early as 1814 by the British capital. India's iron industry was ranked 8th, എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, 8th in the world in terms of output in 1930. ഇനിയാണ് ജസ്റ്റ് ബിഫോർ ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഇന്ത്യ വാസ് റാങ്ക്ഡ് ആസ് ദ ഡാഷ് ലാർജസ്റ്റ് ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രി മെഷേർഡ് ബൈ ദ വാല്യൂ ഓഫ് ദ മാനുഫാക്ചേർഡ് പ്രൊഡക്ട്സ്. അപ്പോൾ മാനുഫാക്ചേർഡ് പ്രൊഡക്ട്സിൻ്റെ വാല്യൂ മാത്രം നോക്കിയിട്ട് ബിഫോർ ഗ്രേറ്റ് ഡിപ്രഷൻ ഇന്ത്യ വാസ് റാങ്ക്ഡ് 12th ആയിരുന്നു ഇന്ത്യൻ്റെ റാങ്ക്. ഇൻ പ്രീ ഇൻഡിപെൻഡൻസ് എറ ദ കോൺസിക്വൻസ് ഓഫ് ദ കൊളാപ്സ് ഓഫ് ദ മാനുഫാക്ചറിങ് സെക്ടർ വാസ് ഫെൽറ്റ് ഹെവിലി ഓൺ ദ അഗ്രികൾച്ചറൽ സെക്ടർ ഇൻ ദ ഫോം ഓഫ് ആ കോൺസിക്വൻസ് ഓഫ് മാനുഫാക്ചറിങ് സെക്ടർ പോയിൻ്റ് കോൺസിക്വൻസ് ആണ് ചോദിക്കുന്നത്. അപ്പം നോക്കാം. ഓവർ ക്രൗഡിങ് ഓൺ ഫാംസ്, അതുപോലെ തന്നെ സബ് ഡിവിഷൻ ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, സബ്സിസ്റ്റൻസ് ഫാമിംഗ്, ലോ പ്രൊഡക്ടിവിറ്റി, ലോവർ ഇൻകംസ് ആൻഡ് അഗ്രവേറ്റഡ് പോവേർട്ടി. നല്ല പോവേർട്ടി ഉണ്ടായിരുന്നു. അപ്പം ഓൾ ദി എബവ് ആണ് ആൻസർ.
അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പോവർട്ടിന്ന് സെപ്പറേറ്റ് കണ്ടപ്പോൾ ഞാൻ ഈ അഗ്രവേറ്റഡ് എന്നുള്ള ടേം ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഫ്ലോയിൽ പോവർട്ടി ഇല്ല എന്നാണ് പെട്ടെന്ന് പറഞ്ഞത്. ബട്ട് പോവർട്ടി എപ്പോഴും ഉണ്ട് കേട്ടോ പ്രീ ഇൻഡിപെൻഡൻസിൽ. പിന്നെ ഇന്ത്യൻ എക്കോണമി പോസ്റ്റ് ഇൻഡിപെൻഡൻസ് നോക്കാം. ഇൻഡിപെൻഡൻസിന് ശേഷം എങ്ങനെയായിരുന്നു? ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എക്കണോമിക് പോളിസി വാസ് റൂട്ടഡ് ഇൻ social and economic redistribution and industrialization directed by the state. At the time of independence, which of the following is correct about India? Okay, India was an overwhelmingly rural, inhabited by mostly illiterate and poor people with low life expectancy. കറക്റ്റാണ്. ദ സോഷ്യൽ സ്ട്രക്ചർ വാസ് ഡീപ്ലി സ്ട്രാറ്റിഫൈഡ് ആൻഡ് എക്സ്ട്രീംലി ഹെറ്ററോജീനിയസ് ആയിരുന്നു ഓൺ മെനി കൗണ്ട്സ്. യെസ്, അതും കറക്റ്റാണ്. ഡിഫറെൻറ്റ് ആൾക്കാരായിരുന്നു. ഇന്ത്യ വാസ് ഡെഫിഷ്യൻറ്റ് ഇൻ ഫിസിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ. യെസ്, എല്ലാം കറക്റ്റാണ്. സോ ഓൾ ഓഫ് ദി അബവ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് ദി ഐഡിയോളജി ഓഫ് ദ ഇൻഡസ്ട്രിയലൈസേഷൻ പ്രിവെയിൽഡ് ഇൻ ദ ഏർലി ഡേയ്സ് ഓഫ് ദ ഇൻഡിപെൻഡൻസ്? അപ്പോൾ നോട്ട് എന്ന് കണ്ടാൽ അപ്പം ബബിൾ ചെയ്യുക. അപ്പം എസ്റ്റാബ്ലിഷിങ് ആൻ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് ദ സെൻട്രൽ ഗവൺമെൻറ് വുഡ് ബി ദ പ്രയോറിറ്റി കൊടുക്കുന്ന സെൻട്രൽ ഗവൺമെൻറ്റിനാവും. എക്കണോമിക് സിസ്റ്റം ഉണ്ടാക്കലാണ്, സോഷ്യലിസമാണ് ഉണ്ടാക്കിയത് ആ സമയത്ത്. കറക്റ്റാണത്. അപ്പോൾ കറക്റ്റ് അല്ലാത്താണ് ചോദിക്കുന്നത്. സോ ദ ഗവൺമെൻറ് ഹാവ് അതോറിറ്റി ടു ഡിസൈഡ് ദി എക്കണോമിക് സ്ട്രാറ്റജി. ഇത് കറക്റ്റാണത്. ടു ക്യാരി ഔട്ട് ദ നെസസറി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കോർഡിനേഷൻ വിത്ത് ദ പ്രൈവറ്റ് സെക്ടർ. അതും കറക്റ്റാണ്. സിസ്റ്റമാറ്റിക് പ്ലാനിങ് ടു സപ്പോർട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ. ഇതൊക്കെ ടെക്സ്റ്റിലുള്ള സെൻറ്റൻസ് തന്നെയാണ്. അതും കറക്റ്റാണ്. ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവരാനാണ് ശ്രമിച്ചത്, അഗ്രികൾച്ചറിൽ നിന്ന് മാറിയിട്ട് ഇൻഡസ്ട്രീനെ പ്രൊമോട്ട് ചെയ്യാൻ. പിന്നെ ലോവർ ലെവൽ ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ദി ഇക്കോണമി, അതാണ് കറക്റ്റ് അല്ലാത്തത്. നോട്ട് ദ എക്കണോമിക് പോളിസി ഓഫ് ദ പ്രീ ഇൻഡിപെൻഡൻസ് അല്ല ചോദിച്ചത്. അപ്പോൾ നോട്ട് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. കാരണം എല്ലാവരും അഗ്രികൾച്ചറുമല്ലായിരുന്നല്ലോ ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ അതിൽ നിന്ന് മാറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ, ഹെവി ഇൻഡസ്ട്രിയലൈസേഷനാണ് നെഹ്റുവിയൻ മോഡൽ എംഫസൈസ് ചെയ്തിരുന്നത്. ദ ഇൻഡസ്ട്രിയലൈസേഷൻ പോളിസി റെസൊല്യൂഷൻ 1948 എയിംഡ് അറ്റ്, എന്താണ് എയിം ചെയ്തത്? എക്സ്പാൻഡ് റോൾ ഫോർ ദ പബ്ലിക് സെക്ടർ ആൻഡ് ലൈസൻസിങ് ടു ദ പ്രൈവറ്റ് സെക്ടർ. യെസ്, ഇത് നമ്മൾ മെറ്റീരിയൽ ക്വസ്റ്റൻ ആയിരുന്നു ടെക്സ്റ്റ് ചെയ്തത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്കണോമിക് ഫിലോസഫി വാസ് ഗൈഡിങ് ഫോഴ്സ് ഫോർ പ്ലാനിങ് ഇൻ 1950s? അപ്പോൾ 1950സിലത്തെ പ്ലാനിങ്ങിൽ 2 ഫിലോസഫീസ് ഉണ്ടായിരുന്നു. ഒന്ന് നെഹ്റുവിയൻ സോഷ്യലിസം ഫിലോസഫി ആൻഡ് ഗാന്ധിയൻ ഫിലോസഫി ഓഫ് സ്മോൾ സ്കെയിൽ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രി ആൻഡ് വില്ലേജ് റിപ്പബ്ലിക്. ബോത്ത് എ ആൻഡ് ബി ആണ്. അപ്പം സി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കറക്റ്റ്. ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ദ കോംപ്രിഹെൻസീവ് ഇമ്പോർട്ട് കൺട്രോൾസ് വെർ മെയിൻറ്റെയിൻഡ് അൺടിൽ, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഈ ഇമ്പോർട്ട് കൺട്രോൾസ് മെയിൻറ്റെയിൻ ചെയ്തത് 1966 വരെയാണ്. ആ സമയത്ത് ഭയങ്കര വലിയ ഡ്രോട്ടൊക്കെ വന്നിരുന്നു. ഡ്രോട്ട് വന്നപ്പോൾ ഫുഡ് ഇല്ലാണ്ടായില്ലേ, നമുക്ക് അഗ്രികൾച്ചറൊക്കെ ആകെ സ്റ്റാഗ്നേറ്റ് ചെയ്തു. ഫുഡ് ഇല്ലാണ്ടായപ്പോൾ ഇമ്പോർട്ടൊക്കെ ഇങ്ങനെ ചെയ്തോളാനായിട്ട് കൺട്രോൾസൊക്കെ മാറ്റി. പിന്നെ PL 480 സൈൻ ചെയ്തു. അപ്പോൾ എന്തായാലും ഇമ്പോർട്ട് ചെയ്യണ്ട അവിടെ നിന്ന് ഫുഡ്. അപ്പോൾ അത് കാരണം 1966 വരെ മാത്രമേ ഈ കോംപ്രിഹെൻസീവ് ഇമ്പോർട്ട് കൺട്രോൾസ് ഉണ്ടായിരുന്നുള്ളൂ. റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ദി എക്കോണമി വാസ് ദ കോർണർ സ്റ്റോൺ ഓഫ് ദ ഹൂസ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി? നെഹ്റു പാപ്പ. ഓക്കെ, നെക്സ്റ്റ് ആണ് ദ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഓഫ് 1956. though provided a comprehensive framework for industrial development, was lopsided as its guiding principle supported enormous expansion of the scope of the public sector. In Industrial Policy Resolution 1956, a natural outcome of the undue priority for public sector was the, എന്താണ് ഔട്ട്കം? IPR 1956ൻ്റെ ഔട്ട്കം ആണ് ചോദിക്കുന്നത്. അപ്പം ഡാമ്പനിങ് ഓഫ് പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ് ആൻഡ് എൻ്റർപ്രൈസ്, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വെർ ഡിസ്കറേജ്, നെഗറ്റീവ് കോൺസിക്വൻസസ് ഓഫ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. കറക്റ്റാണ്, മൂന്നും കറക്റ്റാണ്. അപ്പോൾ ഓൾ ഓഫ് ദി എബവ് ആണ്. അപ്പം ഈ 1948 IPR വന്നപ്പോൾ തന്നെ പ്രൈവറ്റിൻ്റെ റോള് കുറഞ്ഞിരുന്നു. പിന്നെ വീണ്ടും 1956 വന്നത് അതിശക്തമായിട്ട് പ്രൈവറ്റിനെ ഡിസ്കറേജ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഇതെല്ലാതും അതിൻ്റെ ആൻസറാണ്. ദ ഹിന്ദു ഗ്രോത്ത് റേറ്റ് ഈസ് എ ടേം യൂസ്ഡ് ടു റെഫർ ടു low rate of economic growth of India from 1950s to 1980s, which averaged around 3.5% per year. പിന്നെ അത് ഓൾറെഡി ടെക്സ്റ്റിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇൻ 1954 ഇന്ത്യ സൈനഡ് എ ലോങ് ടേം എഗ്രിമെൻറ്റ് വിത്ത് ദ US ഫോർ ഫുഡ് എയ്ഡ്. വാട്ട് വാസ് ദ നെയിം ഓഫ് ദിസ് എഗ്രിമെൻറ്റ്? PL 480. PL എന്ന് പറഞ്ഞാൽ പബ്ലിക് ലോ ആണ് ഓഫ് ദ US. ഇനി ദ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1948 എംവിസേജ്ഡ്, എന്താണ് അതിൻ്റെ കോറായിരുന്നത്? an expanded role of the public sector, licensing to the private sector.
ഓക്കെ, ലൈസൻസ് ചെയ്ത് ഒതുക്കുക പ്രൈവറ്റ് സെക്ടറിന്, പബ്ലിക് സെക്ടറിന് വലിയ റോൾ കൊടുക്കുക. ദ പോളിസീസ് ഇൻ 1950s were guided by, അപ്പം 1950സിലത്തെ പോളിസീസ് നെഹ്റുവിയനും ഗാന്ധിയനും. അപ്പോൾ ബോത്ത് എ ആൻഡ് ബി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫീച്ചർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ? ഹൈ yielding വെറൈറ്റീസ് ഓഫ് സീഡ്സ് ആൻഡ് സയൻറ്റിഫിക് കൾട്ടിവേഷൻ. ടെക്സ്റ്റിലത്തെ ക്വസ്റ്റൻ ആണ്. ദ സ്ട്രാറ്റജി ഓഫ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ ബിഫോർ ഗ്രീൻ റെവല്യൂഷൻ വാസ്. ബിഫോർ ഗ്രീൻ റെവല്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ റിഫോംസിൽ പെട്ടതാണ്. സോ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് സച്ച് ആസ് ലാൻഡ് റിഫോംസ്, ലാൻഡ് പരിഷ്കാരങ്ങൾ. നെക്സ്റ്റ് ആണ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഇൻട്രൊഡ്യൂസിങ് മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് 1969 വാസ് to ensure the operation of the economic system does not result in concentration of economic power in the hands of a few, to provide the for control of monopolies, to prohibit monopolistic and restrictive trade practices. Okay, all of the above ആണ് ആൻസർ. അപ്പോൾ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് മീൻസ് റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ട്രേഡ് നടത്തും ഈ വലിയ ബിഗ് ഫേം. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് ആണ്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് തന്നെ ഈ വലിയ ലാർജ് ഫേമിനെ തടയുന്നത്. ലാർജ് ഫേം ആവാൻ സമ്മതിക്കില്ല. പിന്നെ ദി എക്കണോമിക് പെർഫോമൻസ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് 1965 to 81 is the worst in independent India's history. The decline in the growth during this period is attributed mainly to decline in the productivity. Which of the following factors contributed to the decelerated growth that lasted 2 decades? License Raj, the autocratic policy that dominated the 1960s and 1970s. Yes, correct ആണ്. ദോ അത് 1956-ലാണെങ്കിലും അത് ഡോമിനേറ്റ് ചെയ്ത് അത് പ്രാവർത്തികമായി വന്നപ്പോൾ 1960s to 1970s ആയിരുന്നു. പിന്നെ ദ എക്സ്റ്റേണൽ ഷോക്സ് ഓഫ് 3 വാർസ് ഉണ്ടായിരുന്നു 1962, 1965 ആൻഡ് 1971. ദ മേജർ ഡ്രോട്ട് എസ്പെഷ്യലി 1966 ആൻഡ് 1967. പിന്നെ ദ ഓയിൽ ഷോക്സ് ഓഫ് 1973 ആൻഡ് 1979 ഉണ്ട്. ഇതൊക്കെ കറക്റ്റാണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദ ഗവൺമെൻറ് നാഷണലൈസ്ഡ് 14 ബാങ്ക്സ് ഇൻ ഡാഷ് 1969-ലാണ്. ആ മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് 1969-ലാണ്. 14 ബാങ്ക്സിനെ നാഷണലൈസ് ചെയ്തതും 1969-ലാണ്. അതുപോലെ തന്നെ ദെൻ ഫോളോയിഡ് ഇറ്റ് അപ്പ് വിത്ത് നാഷണലൈസിങ് അനദർ 6 ഇൻ 1980-ലാണ്. 1980-ലാണ് ലിബറലൈസേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. സീഡ്സ് ഓഫ് ലിബറലൈസേഷൻ സ്റ്റാർട്ടഡ് ഇൻ 1980. ഇനി നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ പാർട്ട് ഓഫ് മേജർ റിഫോംസ് ഇൻ 1980s? സോ 1980സിലത്തെ റിഫോം അല്ലാത്തത് നോട്ട്. അപ്പോൾ ബബിൾ ചെയ്യുക. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പ്ലാനിംഗ് കമ്മീഷനാണ് കേട്ടോ. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഡിഫറെൻറ്റ് ടോപ്പിക് തന്നെയാണ് അല്ലേ. അതും ഈ 1980സിലത്തെ റിഫോംസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് അല്ലേ വന്നത്. 1980സിലത്തെ റിഫോംസ് എല്ലാം ഭയങ്കരമായിട്ടുള്ളൊരു കൺട്രോളും റെഗുലേഷൻസും ആയിരുന്നു. അപ്പം അതെല്ലാം മാറ്റിയിട്ട് നമ്മൾ മാർക്കറ്റ് ഓറിയൻറ്റഡ് ആക്കിയിട്ട് ഫ്രീ ആയിട്ടുള്ള റെഗുലേഷൻസൊക്കെ കളഞ്ഞൊരു ഗവൺമെൻറ്റിനെ പുതിയതായിട്ട് പണിയാൻ വേണ്ടിയിട്ടാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന റെഗുലേഷൻ ചെയ്യുന്ന ഒരു പ്ലാൻ ചെയ്ത് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു പ്ലാനിംഗ് കമ്മീഷനെ മാറ്റിയിട്ട് കുറച്ചും കൂടി ഈസായിട്ടുള്ള കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ടും തിങ്ക് ചെയ്യുന്ന കോർപ്പറേറ്റീവ് ഫെഡറലിസം ആയിട്ടുള്ള എല്ലാ സ്റ്റേറ്റിനെയും ഉൾപ്പെടുത്തുന്ന നിതി ആയോഗ് വന്നത്. സോ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പ്ലാനിംഗ് കമ്മീഷനാണ് 1980സിലത്തെ റിഫോമിൻ്റെ പാർട്ടല്ലാത്തത്. So in which year the policy of reservation of many products for exclusive manufacture by the small scale sector was initiated with the objective of promotion of small scale industries? അത് 1967-ലാണ്. നോട്ട് ചെയ്ത് വെച്ചോ. നെക്സ്റ്റ് ആണ് ദ ഇറ ഓഫ് റിഫോംസ്. ദ ഫസ്റ്റ് വേവ് ഓഫ് ലിബറലൈസേഷൻ സ്റ്റാർട്ട്സ് ഇൻ 1980s-ലാണ് അല്ലേ. ഇനി ഓൺ വിച്ച് ഡേറ്റ് ദ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഓൺ through a resolution of the government of India? April 12, 1988 ആണ്. 1988 ആണ്. അത് April 12-നാണ്. അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാരുടെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. April 12. ദ നമ്പർ ഓഫ് April 12-ന് സെബി 1988 88 ഉണ്ട്. ഇനി ദ നമ്പർ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഐറ്റംസ് ഇൻക്ലൂഡഡ് ഇൻ ദ OGL ലിസ്റ്റ് എക്സ്പാൻഡ് സ്റ്റഡിയിലി റീച്ച്ഡ് 1329 in April 1990. സോ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് OGL? ഓപ്പൺ ജനറൽ ലൈസൻസ് എന്നാണ്, ലിസ്റ്റ് എന്നല്ല. കാരണം OGL കഴിഞ്ഞിട്ടൊരു ലിസ്റ്റ് എന്നുണ്ടല്ലേ, OGL ലിസ്റ്റ് എന്നാണ് പറയുക. അപ്പോൾ ഓപ്പൺ ജനറൽ ലൈസൻസ് ലിസ്റ്റാണ്. അപ്പോൾ ഓപ്പൺ ജനറൽ ലൈസൻസ് ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾക്കൊക്കെ ഒരൊറ്റ ലൈസൻസ് മതി. ഇപ്പോൾ ഇമ്പോർട്ടോ എക്സ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ എളുപ്പമായി. ദ സീക്വൻസ് ഓഫ് ഗ്രോത്ത് ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ച് ഇൻ ഇന്ത്യൻ എക്കോണമി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ യുണീക്ക് എക്സ്പീരിയൻസ് ഓഫ് ദ സീക്വൻസ് ആസ് അഗ്രികൾച്ചർ സർവീസ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ രണ്ടാമത്തെ ഇൻഡസ്ട്രി വരുന്നത്.
സോ ഇത് ടെക്സ്റ്റിലത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ബേസ്ഡ് ഓൺ ദ റിയൽ ഇഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് ദ റുപ്പി വാസ് ഡിപ്രീസിയേറ്റഡ് ബൈ about 30% ഫ്രം 1985 to 86 ആൻഡ് 1989 to 90 വരെയാണ്. ഓക്കെ, ആക്ച്വലി ഇങ്ങനത്തെ ഇത്രയും വലിയ ഇയറൊന്നും ചോദിക്കില്ല, എന്നാലും വെറുതെ നോക്കി വെച്ചോ. 85 to 86 പിന്നെ 89 to 90 ആണ്. ഇത് ബഡ്ജറ്റ് ഫോർ 1986 ഇൻട്രൊഡ്യൂസ്ഡ് പോളിസീസ് ഓഫ് കട്ടിംഗ് ടാക്സസ് ഫർദർ, ലിബറലൈസിങ് ഇമ്പോർട്ട്സ്, റെഡ്യൂസിങ് താരിഫ്സ്. യെസ്, ഇത് മൂന്നുമാണ്. ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ. ഇയർ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയാൻ കാരണം നമുക്ക് അത്രയും പ്രയോജനപ്പെട്ട ഇൻഫർമേഷൻസ് കുട്ടികൾക്ക് അറിയുമോയെന്ന് ടെസ്റ്റ് ചെയ്യാനാണ് എക്സാം വെക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഡേറ്റൊക്കെ അറിഞ്ഞേക്കണോണ്ട് അത്ര വലിയ കാര്യമൊന്നുമില്ലല്ലോ. മെയിനായിട്ട് എന്താ കണ്ടൻറ് എന്നുള്ളത് അറിയുമോയെന്നാണ് ചെക്ക് ചെയ്യുന്നത് അല്ലേ എക്സാംസ് വഴി. ഓക്കെ, ഇനി ദി ഇക്കണോമിക് റിഫോംസ് ഓഫ് 1991. അപ്പം ഇൻ 1991 ദ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ടച്ച്ഡ് ദ ലോവസ്റ്റ് പോയിന്റ് വിത്ത് റിസർവ് which was barely sufficient for 2 weeks of imports. And what was the status of the reserve at that time? ഞാൻ അന്നും എപ്പോഴും പറയാറുണ്ട് $1.2 billion ആണ് അല്ലേ, 1.2 billion. The economic conditions of India in the year 1991 was very miserable. Which of the following is not the reason behind the major economic reforms in the economy? So poor performance of public sector ആയിരുന്നു, deficit in balance of payment ആയിരുന്നു, huge burden of taxes ഉണ്ടായിരുന്നു, huge burden of taxes. So rise in the foreign exchange reserves. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കുറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ എക്കണോമിക് റിഫോമൊക്കെ 1991 കൊണ്ടുവന്നത്. അപ്പോൾ അതുതന്നെയാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ടു മാനേജ് ദ എക്കണോമിക് ക്രൈസിസ് ഓഫ് 1991 ഇന്ത്യൻ ഗവൺമെൻറ് അപ്രോച്ച്ഡ് വേൾഡ് ബാങ്ക് ആൻഡ് IMF. വാട്ട് ഈസ് ദി എമൗണ്ട് ഓഫ് ദ ലോൺ റിസീവ്ഡ് ബൈ ഇന്ത്യ? $7 billion ആണ് ഇന്ത്യക്ക് റിസീവ് ചെയ്ത എമൗണ്ട്. Which of the following was the objective of the LPG reforms taken in 1991? അപ്പോൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷനെ ഒന്നിച്ചാണ് LPG എന്ന് വിളിക്കുന്നത്. അപ്പം എന്തൊക്കെ ഒബ്ജക്റ്റീവ് ആയിരുന്നു? റീഓറിയൻറ്റേഷൻ ഓഫ് എക്കോണമി ഫ്രം എ സെൻട്രലി ഡയറക്റ്റഡ് ആൻഡ് ഹൈലി കൺട്രോൾഡ് വൺ ടു എ മാർക്കറ്റ് ഫ്രണ്ട്ലി ഓർ മാർക്കറ്റ് ഓറിയൻറ്റഡ് എക്കോണമി ആക്കണം. യെസ്. പിന്നെ മാക്രോ എക്കണോമിക് സ്റ്റെബിലൈസേഷൻ ബൈ സബ്സ്റ്റാൻഷ്യൽ റിഡക്ഷൻ ഇൻ ദ ഫിസിക്കൽ ഡെഫിസിറ്റ്. എക്സ്പെൻഡിച്ചർ കൂടുതലായിരുന്നു റവന്യൂവിനേക്കാളും. അപ്പോൾ അതൊന്ന് സ്റ്റെബിലൈസ് ചെയ്യണം അല്ലേ. അപ്പോൾ ബോത്ത് A ആൻഡ് B ആണ് ആൻസർ LPGൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ന്യൂ എക്കണോമിക് പോളിസി ഓഫ് 1997 ദ ടേം 1991 ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. The term disinvestment stands for the policy of sale of portion of the government shareholdings of public sector enterprise. Yes, ഇത് ടെക്സ്റ്റിലത്തെ മെറ്റീരിയൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം സെയിൽ ഓഫ് ദ പോർഷൻ ഓഫ് ദ ഗവൺമെൻറ് ഷെയർ ഹോൾഡിങ്സ് ഓഫ് എ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ്. ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പാർട്ട് ഓഫ് ഫിസ്ക്കൽ റിഫോംസ് ഓഫ് 1991? അപ്പോൾ ഫിസ്ക്കൽ റിഫോമിൻ്റെ പാർട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻട്രൊഡക്ഷൻ ഓഫ് എ സ്റ്റേബിൾ ആൻഡ് ട്രാൻസ്പാരൻറ്റ് ടാക്സ് സ്ട്രക്ചർ, പിന്നെ എൻഷുറിങ് ബെറ്റർ ടാക്സ് കംപ്ലയൻസ്. പിന്നെ ഞാനങ്ങനെ ഒരു മാപ്പ് വരച്ചിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, മൈൻഡ് മാപ്പ് പോലെ, അതിലത്തെ സംഭവങ്ങളൊക്കെയാണ് ഇത്. റിഡക്ഷൻ ഇൻ സബ്സിഡീസ് ആൻഡ് അബോളിഷൻ ഓഫ് അൺനെസസറി സബ്സിഡീസ്. യെസ്, അപ്പം ടാക്സൊക്കെ നല്ല പ്രൈസ് സ്റ്റെബിലൈസേഷൻ കൊണ്ടുവരണം. പിന്നെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു ടാക്സ് സ്ട്രക്ചർ. അപ്പോൾ ടാക്സിൻ്റെ ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം. എന്തിനാണ് ഈ ടാക്സ് വാങ്ങിച്ചതൊക്കെ ഗവൺമെൻറ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ജനങ്ങളോട് പറയണം. സോ ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ് അബൌട്ട് ഫിസിക്കൽ റിഫോംസ് ഓഫ് 1991? സോ സബ്സ്റ്റാൻഷ്യൽ ഇൻക്രീസ് ഇൻ സബ്സിഡീസ് ആൻഡ് അഡീഷൻ ഇൻ മെനി സബ്സിഡീസ്. അതൊന്നല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിഡക്ഷൻ ഇൻ ദ സബ്സിഡീസ് ആൻഡ് അൺനെസസറി സബ്സിഡീസിനൊക്കെ അബോളിഷ് ചെയ്യലായിരുന്നു. കാരണം നമുക്ക് ഫിസിക്കൽ ഡെഫിസിറ്റ് ആയിരുന്നു അല്ലേ ഉണ്ടായിരുന്നത്, അല്ലാണ്ട് ഫിസിക്കൽ സർപ്ലസ് അല്ല നമ്മളെ രാജ്യത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്ന് കൂടുതൽ, എക്സ്പെൻഡിച്ചർ ഇൻ ദ ഫോം ഓഫ് ഈ സബ്സിഡി ഒക്കെ കൊടുക്കുന്നത് കൂടിയെന്ന് ഗവൺമെൻറ്റിന് തോന്നി. അപ്പോൾ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഈ മെഷറൊക്കെ കൊണ്ടുവന്നത്. ഈ റിഫോംസൊക്കെ ഈ പരിഷ്കാരങ്ങളായിട്ടുള്ള റിഫോംസ് കൊണ്ടുവന്നത്. വാട്ട് വാസ് ദ ഫോക്കസ് ഓഫ് മോണിറ്ററി ആൻഡ് ഫിസിക്കൽ സെക്ടർ ആക്ച്വലി അത് ഫിസിക്കൽ സെക്ടർ ആവില്ല, ഫിനാൻഷ്യൽ സെക്ടർ എന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. യെസ്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റേത് റെഡ്യൂസിങ് ദ ബർഡൻ ഓഫ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഓൺ ഗവൺമെൻറ് ബാങ്ക്സ്, ഇൻട്രൊഡ്യൂസിങ് ആൻഡ് സസ്റ്റെയിനിങ് കോമ്പറ്റീഷൻ, ഡീറെഗുലേറ്റിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്സ്. ഇൻട്രസ്റ്റ് റേറ്റൊക്കെ കുറച്ചു. പിന്നെ ഈ റെഡ്യൂസിങ് ദ ബർഡൻ ഓഫ് നോൺ പെർഫോമിംഗ് അസറ്റ്സ്, അതായത് CRRഉം ഈ SLRഉം ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അത് വെറുതെ അവിടെ നിക്ഷേപമായിട്ട് വെക്കണതല്ലേ. അപ്പോൾ നോൺ പെർഫോമിംഗ് അസറ്റ് ആണല്ലോ, അപ്പം അതെന്ത് ചെയ്യണം, അത് കുറയ്ക്കണം. ഗവൺമെൻറ് ബാങ്ക് എന്ന് ഉദ്ദേശിച്ചത് RBIനെ ആവും. മെയിൻലി CRR ആണ് RBIൻ്റെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിടേണ്ടത്. ഓക്കെ,
അപ്പം അങ്ങനെയൊക്കെ വിചാരിക്കാം. അപ്പോൾ ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ. ഇൻ ദ ലൈൻ വിത്ത് ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ നരസിംഹ റാവു report 1991, what was done in regards to the statutory liquidity ratio and the cash reserve ratio? Decrease in both SLR and CRR. Okay. In which year the Securities and Exchange Board of India was given statutory recognition in 1992? 1992 തന്നെയാണ്. അപ്പം നോൺ സ്റ്റാറ്റുറ്ററി റെക്കഗ്നിഷൻ കൊടുത്തത്, അതായത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഉടനെ എന്ന് പറഞ്ഞാൽ 12 ഏപ്രിൽ 1988 പിന്നെ അത് ഇനി സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ കൊടുത്തു, അതായത് ലോക്സഭ രാജ്യസഭയിലൊക്കെ അത് പാസ്സാക്കി വിട്ടു. അപ്പോൾ അത് 1992 സംഭവിച്ചത്. 1992 ആ സമയത്ത് ഇന്ത്യയിലത്തെ ഈ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്തായിരുന്നു എന്നറിയോ? 1992 ഡുവൽ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആയിരുന്നു. ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ലാസ്റ്റ് 2 വന്നാൽ ഡുവൽ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. 3 ആണ് 1993 ആയ സമയത്ത് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ്. ഇപ്പോഴും ഇന്ത്യ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ സെപ്റ്റംബറിലത്തെ ഈ MTP പേപ്പർ നോക്കിയ സമയത്ത്, മോക്ക് ടെസ്റ്റ് പേപ്പർ നോക്കിയപ്പോൾ അതിലുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ത്യ ഫോളോ ചെയ്യുന്ന എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ്. ഫ്രം 1993 ഓൺവേർഡ്സ് അത് തന്നെയാണ് ഇന്ത്യയിൽ. അപ്പം അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് RBIയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ജസ്റ്റ് ഒന്ന് ഇൻ്റർവൈൻ ചെയ്യും. ബാക്കി മൊത്തം ഡിമാൻഡിനും സപ്ലൈക്കാണ് കൊടുത്തിട്ടുള്ളത് അധികാരങ്ങൾ മൊത്തം, എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ഈ റേറ്റ് തീരുമാനിക്കാനുള്ള. അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് കൺട്രോൾ ചെയ്യും. വളരെ ചെറിയ രീതിയിൽ, ഒന്നില്ലെങ്കിൽ RBI അല്ലെങ്കിൽ ഗവൺമെൻറ്. അപ്പം കൺഗ്രാജുലേഷൻസ്. അപ്പോൾ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പം ഇത്രയധികം എൻ്റെ ക്ലാസ്സുകളൊക്കെ കണ്ട് ഇപ്പോൾ 17th പാർട്ട് കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ: യു ആർ യുണീക്ക്, യു ആർ വർക്കിംഗ് ഫോർ യുവർ സെൽഫ്. അപ്പം കൺഗ്രാജുലേഷൻസ്. നെക്സ്റ്റ് ആണ് ദ ന്യൂ എക്കണോമിക് പോളിസി ഓഫ് 1991 മാനിഫെസ്റ്റിംഗ്. എന്താണ് ന്യൂ എക്കണോമിക് പോളിസി 1991 പറയുന്നത്? റീതിങ്കിങ് ഓഫ് റോൾ ഓഫ് മാർക്കറ്റ് വേഴ്സസ് ദ സ്റ്റേറ്റ്. ഇത് നമ്മളെ മെറ്റീരിയലത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. മാർക്കറ്റിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക ദാൻ ദ സ്റ്റേറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പോളിസി റിഫോം ഇൻക്ലൂഡഡ് ഇൻ ദ ന്യൂ എക്കണോമിക് പോളിസി 1991? റിമൂവിങ് ലൈസൻസിങ് റിക്വയർമെൻറ്റ് ഫോർ ഓൾ ഇൻഡസ്ട്രീസ് ആയിരുന്നു കേട്ടോ. കാരണം ഓൾ ഇൻഡസ്ട്രീസ് അല്ല, എക്സെപ്റ്റ് ഒരു 18 ഇൻഡസ്ട്രീസ്, ബാക്കി എല്ലാതും. അപ്പോൾ ഓൾ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇനി 18 എന്നുള്ളത് മാറ്റിയിട്ട് പിന്നെ 5 ആക്കി എന്നൊക്കെ ഞാൻ പറഞ്ഞു അല്ലേ. ഓക്കെ, ഇപ്പോൾ റീസെൻ്റ്ലി 5 ആക്കി മാറ്റിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ. പിന്നെ ഇൻ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ഓഫ് 1991 ദ പബ്ലിക് സെക്ടർ വാസ് ലിമിറ്റഡ് ടു ഡാഷ് സെക്ടേഴ്സ് ബേസ്ഡ് ഓൺ സെക്യൂരിറ്റി ആൻഡ് സ്ട്രാറ്റജിക് ഗ്രൗണ്ട്സ്. 8 ആണ് കേട്ടോ. 8 പിന്നെ പോയി 2 ആയിട്ട് മാറി. ആകെ അറ്റോമിക്കും അതുപോലെ തന്നെ റെയിൽവേസും ആയിട്ട് മാറി. ദ ന്യൂ എക്കണോമിക് പോളിസി പുട്ട് ആൻ എൻഡ് ടു ദ ലൈസൻസ് രാജ് ബൈ റിമൂവിംഗ് ലൈസൻസിങ് റെസ്ട്രിക്ഷൻസ് ഫോർ ഓൾ ദ ഇൻഡസ്ട്രീസ് എക്സെപ്റ്റ് ഫോർ 18 ദാറ്റ് റിലേറ്റഡ് ടു security and strategic concerns, social reasons, problems relating to safety and overriding environmental issues ഒക്കെ ഉള്ളത് കാരണമാണ് ഇപ്പോൾ ഈ സിഗരറ്റ്സ് ആയാലും ഹസാഡിയസ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് മാത്രം ലൈസൻസിങ് ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇമ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ. ട്രേഡ് പോളിസി റിഫോംസ് എയിംഡ് അറ്റ് ഡിസ്മാൻഡലിംഗ് ഓഫ് ദ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, focusing on more outward-oriented regime with phased reduction and simplification of tariffs, removal of licensing procedures for imports. ലൈസൻസിങ് അങ്ങോട്ട് മാറ്റി വെക്കുക ഇമ്പോർട്ടും. എന്നാൽ മാത്രമാണ് ഈ ഡൊമസ്റ്റിക് കോമ്പറ്റീറ്റേഴ്സ് ഡൊമസ്റ്റിക് പ്രൊഡക്ട്സിനൊക്കെ കോമ്പറ്റീഷൻ സംഭവിക്കുകയുള്ളൂ. സോ ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ. ഇൻ ജൂലൈ 1991 ദ ഇന്ത്യൻ ഗവൺമെൻറ് ഡീവാല്യൂഡ് ദ റുപ്പി ബൈ ബിറ്റ്വീൻ 18 to 19% ആയിരുന്നു. ഓക്കെ, അത് ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 18 to 19% ആയിരുന്നു. പിന്നെ എ ബോൾഡ് സ്റ്റെപ്പ് ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ ആണ് നിതി ആയോഗ്. സോ വെൻ വാസ് നിതി ആയോഗ് എസ്റ്റാബ്ലിഷ്ഡ്? എല്ലാവർക്കും അറിയാം, 1st Jan 2015. എൻ്റെ ഈ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് 100 എത്തിക്കണം അടുത്ത വീഡിയോയിൽ. താങ്ക് യു സോ മച്ച്.